പ്രേരക ശക്തികളായി മാറിയ ചില ഘടകങ്ങളാണ് ഈ കാണുന്നത്. ഉമ്മ, ബാപ്പ, ഭാര്യ, മക്കള് സന്തുഷ്ടമായി കഴിയുന്നു. ഇവരുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നേക്ക ജീവിതത്തിൽ? ഇവരുടെ സ്വാധീനമാണല്ലോ നമ്മുടെ ശക്തി. ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ അധ്വാനിക്കുന്നത്. അതിന്റെ ഒരു പകുതി ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ ഏത് മാതാപിതാക്കൾക്കാണെങ്കിലും അതുപോലെ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവ് നന്നാവണം അല്ലെങ്കിൽ മകൻ നന്നാവണം എന്നുള്ള അവരുടെ സ്വപ്നമാണ്. അപ്പം നമ്മളും ഇപ്പോൾ ഒരു അച്ഛനാവുമ്പോൾ നമുക്കും നമ്മുടെ മക്കളും നന്നായി കാണണം, അത് എപ്പോഴും നന്നായി കാണണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന നമ്മൾക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്. അവർ നമ്മൾ നന്നാവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട്. അത് എല്ലാം സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന എല്ലാം സംഭവിക്കുന്നുണ്ട് ഇവിടെ. ബാപ്പയ്ക്ക് ഈ മകനെ ഓർത്തുള്ളൊരു അഭിമാനം എന്താണ്? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പക്ഷെ എന്റെ പ്രതീക്ഷ അവനെ സെക്കൻഡ് ഗ്രൂപ്പ് ഇടിപ്പിച്ച് ഒരു ഡോക്ടറാക്കി മാറ്റണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവന്റെ ആഗ്രഹങ്ങൾ മറ്റു തരത്തിലേക്ക് മാറി. അഡ്വക്കേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ലോ കോളേജിൽ ബാംഗ്ലൂർ അയച്ചു. അവിടെ ശരിയായില്ല. രണ്ടാമത് ഡിഗ്രി മാത്രം എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ആകാം എന്നുള്ള മിമിക്രി ആർട്ടിസ്റ്റ്. അതെ, ഇപ്പൊ MA ആയി. അതുകൊണ്ട് ലോകം അറിയപ്പെടുന്ന കലാകാരനെ അറിയില്ല. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇപ്പോ ഡോക്ടർ ആയാലോ എഞ്ചിനീയർ ആയാലോ ഒരു ഒരു പരിഗണന അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചു. ഏത് വീട്ടിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. സഞ്ചരിക്കുവാനും ലോകത്തിന് മറ്റുള്ള ഇത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അബിയെ സംബന്ധിച്ച് എനിക്ക് വേറൊരു അഭിമാനമുള്ളത്, ഒരു മന്ത്രി ഒരിക്കൽ അബിയെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്റർനാഷണൽ എയർപോർട്ട് പണിതപ്പോൾ അതിന്റെ വേൾഡ് പബ്ലിസിറ്റി നടത്തിയത് അബിയ. MG ശ്രീകുമാറുമൊത്ത് അമേരിക്കയിൽ പോയിരുന്നപ്പോൾ അവിടെയുള്ള മലയാളികളെ മുഴുവൻ സമീപിച്ച് ഇതിന് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് അബി ശ്രമിച്ചു എന്നിപ്പോഴും ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇന്റർനാഷണൽ എയർപോർട്ടിനെ പറ്റി സംസാരിക്കും. അത് അമേരിക്കയിൽ ടൂർ പോയപ്പോ, അമേരിക്കൻ ട്രിപ്പിന് പോയപ്പോ സ്റ്റേജിൽ ഞാനത് തമാശയിലൂടെ അവതരിപ്പിച്ചു. അപ്പൊ നമ്മുടെ അവിടെ ഒരു എയർപോർട്ട് വരികയാണെങ്കിൽ, നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് വരികയാണെങ്കിൽ സിനിമാ താരങ്ങൾ ആണ് അവിടെ എയർപോർട്ടിൽ അനൗൺസ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ, ഇത് പണ്ട് അവതരിപ്പിച്ച കാര്യമാണ്. നസീറൊക്കെ ഇരുന്നിട്ട് നെടുമ്പാശ്ശേരിക്കുള്ള വിമാനം, നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനം ദുബായിലേക്ക് ഉടനെ പുറപ്പെടുന്നതാണ്. എന്താ ശാന്തമ്മ നോക്കിയിരിക്കുന്ന, ബോർഡിംഗ് പാസ് എടുത്ത് കയറി പോകാൻ നോക്ക്. ഇങ്ങനെ ഓരോ നടന്മാര് മര്യാദയ്ക്ക് ഫ്ലൈറ്റിൽ കയറിയില്ലെങ്കിൽ ഇടിച്ചു നിന്റെ കൂമ്പ് കലക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് അവതരിപ്പിച്ചിട്ട് ഒരു ശബ്ദം, നെടുമ്പാശ്ശേരിയിലെ ആദ്യത്തെ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം അവതരിപ്പിച്ചു. അത് ഞാൻ ചില സ്റ്റേജിൽ ചെയ്യാറില്ല കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് Your attention please, flight number 304 Bombay will be landing shortly. Passengers check the luggage immediately. Thank you. ഇത് മൈക്കില് ടേക്ക് ഓഫ്, ഭയങ്കര ശബ്ദം. അത് ഈ ഓളിയൊന്നുമല്ല, പിന്നെ വേറൊന്നും ഒരു ശബ്ദം കേൾക്കില്ല, അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ അന്ന് സ്റ്റേജിൽ ഈ ഐറ്റം ഇട്ടിട്ടാണ് ഈ പറഞ്ഞ വാപ്പ തന്നുവിട്ട കുറെ സാധനങ്ങളുണ്ട്, അതെല്ലാം അവിടെ കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ സഹകരിക്കണം എന്നൊക്കെ. അതാണ് ഏൽപ്പിച്ചതേ. ഇപ്പോൾ അമേരിക്കയിൽ പോകുമ്പോൾ ഇത് നമ്മുടെ മലയാളികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങൾ അടുത്ത് തന്നെ അവിടെ കോൺട്രിബ്യൂഷൻ ഇട്ടിട്ട് പോകും. അപ്പോൾ പണം സമാഹരിക്കുന്ന അമേരിക്കയിൽ നല്ലൊരു തുക കിട്ടി. അതിപ്പോ അബിയുടെ കാര്യം അവർ എപ്പോഴും പുള്ളി പറയാറുണ്ട്, പുള്ളി മരിക്കുന്ന പല യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഭർത്താവിനെ പറ്റിയുള്ള ഒരു പ്ലസ് പോയിന്റ്? സ്നേഹമുള്ള ആളാണ്. പിന്നെ വീടെന്നും പറഞ്ഞ അങ്ങനെ ഹോംലിയാണ്, അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. വർക്കൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരും. ഈ ഉമ്മ ആദ്യമായിട്ട് അബീക്കയുടെ മിമിക്രി കേൾക്കുന്ന ഒരു സന്ദർഭം എങ്ങനെ, ഇത് ഒരു കലാകാരനായി മാറും എന്ന് ചിന്തിച്ച ഒരു നിമിഷം എപ്പോഴാണ്? അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കലാകാരനായിട്ട് വരണം ആഗ്രഹമില്ലായിരുന്നു, അതിൽ ഉയരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കലാകാരനെ പറ്റി ഉയർന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര അഭിമാനമുണ്ട് മോനെ കുറിച്ച്. നാലാളറിയും, എവിടെ ചെന്നാലും അറിയും, അഭിമാനിക്കും. അതെ, അബിയെ കുറിച്ച് എല്ലാവർക്കും അഭിമാനം തന്നെയാണ്, ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഉത്തമ മകൻ അല്ലേ? യാതൊരു കുഴപ്പമില്ല. വീട്ടിൽ താൻ ഉത്തരവാദിത്വത്തോടെ എല്ലാം അന്വേഷിക്കുന്ന ഒരാള്, ഭാര്യയും മക്കളെയും ഭയങ്കരമായിട്ട് കാര്യമായി നോക്കുന്ന ആള്, ഞങ്ങളെയും, അവര് തന്നെയല്ല ഞങ്ങളെയും ഞങ്ങളുടെ കാര്യത്തിലും വളരെ ശ്രദ്ധയുള്ള ആള്. ഈ ഒരു കലാകാരൻ നമ്മുടെ മലയാളികൾക്കെല്ലാം
ഒരു അഭിമാനമാണ്. 27 വർഷം നീണ്ട കലാജീവിതം അദ്ദേഹത്തിന് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ യാതൊരു വിധമായിട്ടുള്ള ഒരു ദുഷ്പേര് നേടിക്കൊടുക്കാതെ ഒരു അഭിമാനമായി മാറുകയാണ് നമ്മുടെ ഓരോ മലയാളികൾക്കും. അമ്മയുടെയും ഭാര്യയുടെയും ബാപ്പയുടെ ഒക്കെ വാക്കുകൾ അത് തെളിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ റിയൽ ഹീറോ അല്ലെങ്കിൽ റിയൽ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ എല്ലാ അഭിമാനമായ നമ്മുടെ അബീക്കയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കിട്ട് ഒരുപാട് പേരുടെ വിശേഷണങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനിയും ഓരോ നിമിഷവും അബിക്കയ്ക്ക് ഓരോ ഘട്ടങ്ങളിലെത്താനുള്ള തൻ്റെ ഇടവും ഒരു ആത്മാർത്ഥ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.